കൊണ്ട് ഇത്രയധികം സൂത്രങ്ങൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വാഴയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ പഴുത്ത ഇല വരെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ ജോലികൾ എളുപ്പമാക്കാനുമുള്ള നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഈവണായിട്ട് കുറേ ചീഞ്ഞു പോകാതെയും അല്ലെങ്കിൽ നല്ല മധുരത്തോടു കൂടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വാഴപ്പഴം കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ വാഴക്കൊലയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും ആ പഴം. അതുപോലെ തന്നെ എന്താണ് വണ്ടുകൾ കയറുക, അതുപോലെ ഈവണായിട്ട് എല്ലാം ഒരുമിച്ച് പഴുക്കാതിരിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്ന നമ്മുടെ വീട്ടിലെല്ലാവരെയും ഉള്ള നമ്മളുടെ ഈ ഒരു ആ ഒരു ജീരകം എടുക്കുക. പെരുംജീരകം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പെരുംജീരകം എടുക്കുക. നമ്മൾ മസാലപ്പൊടികളിലൊക്കെ ഇടുന്ന പെരുംജീരകം ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പഴുത്ത് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പഴുപ്പിച്ച ഒരു കൊലയാണ്. ഇനി നമ്മൾ വാഴ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് ഉള്ളൊന്ന് ഇതുപോലെ ഒന്ന് ഓട്ടയുണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ച് ദീർഘിപ്പിക്കുന്നില്ല, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി മാറും. അതുകൊണ്ട് ഇത് കത്തിക്കൊണ്ട് ചിരണ്ടി കളഞ്ഞാൽ മതി അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമുക്കൊരു 10-15 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് ഒരു കിറ്റ് എടുക്കുക. കിറ്റില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി കൊണ്ടാണെങ്കിലും നിങ്ങൾ നമ്മൾക്ക് പിന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ അതിലൊരു കറ പിടിക്കുമല്ലോ. ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ നിങ്ങൾ എടുക്കുക. ഇത് 3 ദിവസം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 3 ദിവസം ഇതിൽ നല്ലതുപോലെ തന്നെ ഉറവ് വരുന്നതാണ് കേട്ടോ. ഒരു ദിവസം ചെയ്ത് അതിൻ്റെ വെള്ളം എടുത്തതിന് ശേഷം 2ാമത്തെ ദിവസം ചെയ്യുക. അങ്ങനെ 3 ദിവസം നമുക്ക് ഒരു വാഴയിൽ നിന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിലൊരു വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണം കണ്ടില്ലേ, ഇത്രയും നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 പേർക്ക് അത്യാവശ്യം നല്ല പോലെ കുടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വെള്ളത്തിൻ്റെ ഗുണം കേട്ടാൽ നിങ്ങൾ ട്ടുക തന്നെ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂത്രത്തിൽ കല്ല്, നമ്മളുടെ കിഡ്നി സ്റ്റോൺ, അതുപോലെ അസിഡിറ്റി, കൊളസ്ട്രോള്, വണ്ണം കുറയ്ക്കുവാനും എല്ലാത്തിനും ഈ ഒരു വെള്ളം നല്ലതാണ്. നമ്മളുടെ ദഹന പ്രോബ്ലങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പല രോഗങ്ങളും വരുന്നത് നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഓരോ ടോക്സിൻ കൊണ്ടാണ്. അപ്പോൾ ആ ടോക്സിനൊക്കെ നമുക്ക് എടുത്ത് കളയാനായിട്ട്, അതൊക്കെ പുറന്തള്ളി കളയാനായിട്ട് ഈ ഒരു വെള്ളം സഹായിക്കുന്നതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെള്ളമാണ്. നിങ്ങൾ വെറുതെ വാഴ വെട്ടിക്കളയുമ്പോൾ അതങ്ങോട്ട് വെറുതെ കളയുക മാത്രം ചെയ്യരുത്. അതിലേക്ക് ഒരു 2-3 തുള്ളി നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് നിങ്ങൾ കുടിക്കുക കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ തന്നെ കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. യാതൊരു ടേസ്റ്റ് കുറവുമില്ല കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും ചെയ്തു നോക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വാഴയില ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ 1 മാസത്തേക്ക് നമുക്ക് ജോലികളെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. 1 മാസം നമുക്ക് ഈ ഒരു വാഴയില നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നല്ല ഒരു 3-4 വാഴയില ഇതുപോലെ നല്ല ഷേപ്പിന്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കൂടിയാണെങ്കിൽ കുറച്ചധികം വാഴയില എടുക്കേണ്ടി വരും. നമ്മൾ വാഴയിലേക്ക് വെറുതെ വിണ്ട് കീറി ഉണങ്ങിപ്പോകലല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു 2 വാഴ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 1 മാസത്തേക്കുള്ള ഇല നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പിന് വെട്ടിയതിന് ശേഷം ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ചൂട് തട്ടിക്കുക, എന്താ പറയുക, ഒന്ന് പൊള്ളിച്ചെടുക്കുക. പല സ്ഥലങ്ങളിൽ പല രീതിയാണ് കേട്ടോ പറയുന്നത്. ഒന്ന് വാട്ടിയെടുക്കുക എന്നൊക്കെ പറയാം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒരു കോട്ടൺ തുണി നല്ലതുപോലെ നനച്ചതിന് ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ തുടച്ചെടുക്കുക കേട്ടോ. നമ്മൾ കഴുകിയൊന്നും എടുക്കണമെന്നില്ല. എടുത്ത് നമ്മൾ പിന്നെ അത് ഡ്രൈ തുണി കൊണ്ട് നമ്മൾ തുടച്ചെടുക്കേണ്ട വരും. അപ്പോൾ നമ്മൾ കഴുകാതെ തന്നെ നല്ല കോട്ടൺ തുണി നനച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത്
തുടക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം വളരെ എളുപ്പം ആക്കി തരുന്ന പണികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ വാഴയില നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ നമ്മൾ പുറത്ത് സൂക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു മാസത്തേക്ക് നമ്മൾ പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച നിൽക്കുള്ളൂ. ഇല്ല നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തോളം ഈ ഒരു വാഴയില ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം ഇത് ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഇത് ബ്രൗൺ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഇത്തിരി കൂടി നല്ലത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇത്ര എന്ന് വെച്ചിട്ട് നമുക്ക് ഓരോ അളവുകൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ടുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇത് കറണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ നമുക്ക് ചൂടെടുക്കുക എന്നുള്ളത്. ഈ ഒരു വാഴയില ഇതുപോലെ ഒന്ന് വെട്ടിയിട്ട് ഇത് നിങ്ങളിതൊന്ന് വീശി നോക്കിക്കേ, നമ്മൾ കൈക്ക് വേദന എടുക്കില്ല. അതുപോലെ തന്നെ നല്ല കാറ്റും കിട്ടുന്നതാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കും, പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് ഇതുപോലെ ഈ ഒരു തണ്ട് എടുത്തിട്ട് നമ്മൾ ഉണങ്ങിയ തണ്ട് എടുക്കുക കേട്ടോ. വാഴയിലയുടെ ഉണങ്ങിയ തണ്ട് എടുക്കുക. അതിനുശേഷം നല്ല ഡ്രൈ ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് അത്ര ഉണങ്ങിയിട്ടില്ല, നല്ല ഡ്രൈ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. നമുക്ക് കയറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സാധനം. പണ്ട് കാലങ്ങളിൽ പൂക്കൾ കെട്ടിക്കൊണ്ടിരുന്നത്, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ ഒരു നൂല് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റബ്ബർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കയർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പണ്ട് കാലങ്ങളിൽ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് വളരെ ഹെൽത്തിന് നല്ല, നമ്മൾ റബ്ബറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. പക്ഷേ ഇവ ഉപയോഗിക്കുമ്പോൾ ഹെൽത്തിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് നേരിയതായിട്ട് ചീകി എടുക്കുക കേട്ടോ. 2 3 തണ്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അധികം കൂടുതൽ നമുക്ക് ഈ ഒരു നൂല് കിട്ടുന്നതാണ്. പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് പൂ കെട്ടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല ഓർമ്മകളാണ് അതൊക്കെ. ഇക്കാലത്ത് കുട്ടികൾക്ക് ഇതെന്താണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനും ഈ ഒരു സാധനം സഹായിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ കുറച്ചധികം നമ്മൾ ചീകി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കും അതുപോലെ കയർ ഉപയോഗിക്കുന്ന നൂല് ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ബാക്കി വരുന്ന പൊടികളും അതുപോലെ പലചരക്ക് സാധനങ്ങളും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് ഇതുകൊണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധനങ്ങളിൽ പ്രാണികൾ വരുന്ന ശല്യങ്ങൾ, അതുപോലെ പെട്ടെന്ന് ചീത്തായി പോകുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു സാധനം നമ്മളുടെ നേച്ചറിൽ തന്നെ ഉണ്ടായ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അത് അത്രയും നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പച്ച തണ്ടെടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ വരഞ്ഞു കൊടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് വരഞ്ഞു കൊടുക്കുക. പണ്ട് കാലങ്ങളിൽ കല്ലിലൊക്കെ ദോശ ചുടുമ്പോൾ അല്ലെങ്കിൽ അപ്പം ചുടുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി ചുടുമ്പോൾ ഇതുപോലെയാണ് ചെയ്തത്. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ നിന്നും നമുക്ക് ദോശയാകട്ടെ അപ്പം ആകട്ടെ എല്ലാം വിട്ട് കിട്ടാനായിട്ട് ഇതിലൊരു കറയുണ്ട്. ആ കറ കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ദോശയൊക്കെ വിട്ട് വരുന്നതാണ് കേട്ടോ. എൻ്റെ ഇരുമ്പ് ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ നോൺ സ്റ്റിക്കിൽ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് സ്പൂണും കയ്യിലും ഒന്നും കഴുകേണ്ട കാര്യമില്ല. ഈ ഒരു തണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം മുറിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാം. ആ ഒരു തണ്ട് കൊണ്ട് ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചാൽ മതി ഫ്രിഡ്ജിലേക്ക്. എന്നിട്ട് പിറ്റേ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി വരഞ്ഞു കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ വാഴപ്പിണ്ടി എടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഇതുപോലെയാണ് നമ്മൾ വാഴപ്പിണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കുന്നത് കേട്ടോ. വാഴപ്പിണ്ടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹെൽത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള, വണ്ണം കുറക്കുവാനും അതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ അടിഞ്ഞിരിക്കുന്ന അഴുക്കുകളെ നീക്കം ചെയ്യാനും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഞാൻ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു
ഈ ഒരു വാഴപ്പിണ്ടിയുടെ ആ ഒരു പോളയിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കട്ടെ. പണ്ട് കാലങ്ങളിൽ ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെയാണ് പണ്ട് കാലങ്ങളിൽ ആളുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 2 ആഴ്ചത്തോളം നമ്മളെ പച്ചക്കറി ആകട്ടെ ഇലവർഗ്ഗങ്ങൾ എല്ലാം നല്ല സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊരു പുതിയ അറിവായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ കാരണവന്മാർ കാണിച്ചു തന്ന കാര്യങ്ങളാണ് ഇത്. ഈ തലമുറകൾക്ക് ഇതൊന്നും അറിയാനായിട്ട് സാധിക്കില്ല. ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അടുത്തായിട്ട് വാഴപ്പിണ്ടി ഇതുപോലെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ച ഒരു കേടുമില്ലാതെ ഇരിക്കും കേട്ടോ. വാഴപ്പിണ്ടി അത്രയും ഗുണമായിട്ടുള്ളൊരു സാധനമാണ്. ഒരിക്കലും നിങ്ങളത് കളയരുത്. അടുത്തതായിട്ട് നമ്മൾ വാഴയില വാട്ടി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറേ പാത്രങ്ങൾ നമ്മൾ എടുക്കണോ അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചാറുകറി വരെയും ഇതിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ഈർക്കിലിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു മൂലഭാഗം ഇതുപോലെ മടക്കിയതിന് ശേഷം അവിടെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ ഭംഗിയായിരിക്കും. വരുന്നവർക്കും വളരെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയും തോന്നും. അതുപോലെ നമുക്ക് പാത്രം കഴുകണ്ട, അത് ഹെൽത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുവാനും സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങളില്ല, നമ്മൾ ഇരുമ്പ് ചട്ടിയാകട്ടെ, നമ്മൾ അടി പിടിക്കുന്ന ഏതൊരു പാത്രത്തിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മൾക്ക് മീൻ പൊരിക്കാനായിട്ട് ഇല ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇല വാട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉപയോഗങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ മീൻ പൊരിക്കൽ, അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിനുള്ള മസാല കഴുകി കളയൽ ഭയങ്കര പാടല്ലേ, അതിൻ്റെ മെഴുക്ക് കളയൽ. അപ്പോൾ അത് ബിരിയാണി ദമ്മിടണ സമയത്ത് ഈ ഒരു വാഴയില ചുറ്റിനും പാത്രത്തിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ആ ഒരു അടിഭാഗത്ത് ഒരു മസാലൻ്റെ മണമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചെമ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നമ്മൾ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഇലയിൽ തന്നെ നമുക്ക് ഫുള്ള് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. യാതൊരു പ്രോബ്ലം ഇല്ല. കുറച്ച് എണ്ണ മാത്രമേ ചിലവാകുള്ളൂ. കുറച്ച് എണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കുട്ടികൾക്ക് പൊരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അടുത്തത് ചെമ്മീൻ പൊരിച്ചു. ഇപ്പോൾ ചെമ്മീനും പൊരിച്ചു കഴിഞ്ഞിട്ട് എണ്ണ എത്രത്തോളം ബാക്കിയുണ്ടെന്ന് നോക്കിയേ. ഈ ഒരു ചട്ടി നോക്കിക്കേ നിങ്ങൾ, എത്രത്തോളം ക്ലീനായിട്ട് ഇരിക്കുന്ന, നമുക്ക് പാത്രം കഴുകുന്ന ബുദ്ധിമുട്ടേ ഇല്ല. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് തോരനെടുക്കാം, ചോറെടുക്കാം, കറി എടുക്കാം, മീൻ പൊരിച്ചതെടുക്കാം, എല്ലാം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റിനും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം ഞാനിത് ഇതിൽ ഫ്രൈഡ് റൈസ് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. നമുക്ക് ജോലി വളരെ എളുപ്പമാക്കി തരുവാനും സഹായിക്കുന്നതാണ് വാഴയില നിങ്ങൾ ഇതുപോലെ വാട്ടി വെച്ച് കഴിഞ്ഞാൽ. അടുത്തതായിട്ട് നമ്മൾ വാഴയില വാട്ടി വെച്ചത് ഞാൻ എങ്ങനെയാണ് ഞാനിപ്പം നമ്മളുടെ എയർ ഫ്രയറിൽ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എയർ ഫ്രയറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അതിനുള്ള സ്മെല്ല് വരിക, അതുപോലെ അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ ഒരു അളവിന് എത്ര അളവാണോ വേണ്ടോ ആ ഒരു വാഴയില ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വാഴയില എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിപ്പം ഓവനിലാണെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫോയിൽ പേപ്പർ, അലൂമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് ഈ ഒരു വാഴയില ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് മീൻ പൊള്ളിക്കാം, എല്ലാ കാര്യത്തിനും നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഴയില കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഫോയിൽ പേപ്പറൊക്കെ ഹെൽത്തിന് അത്രത്തോളം നല്ലതല്ല. അപ്പോൾ നമുക്ക് വാഴയില ആകുമ്പം യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കൽ ഭയങ്കര പണിയല്ല. അപ്പോൾ വാഴയില ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഓൾറെഡി ഒന്ന് ഫ്രൈ ചെയ്തത് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ പിന്നെ അത് കഴുകേണ്ട കാര്യമേ ഉണ്ടാവില്ല. വാഴയിലേൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ യാതൊരു ചിക്കൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല. ഒന്ന് തുറന്ന് വെച്ചാൽ മാത്രം മതി, അതൊന്നും കഴുകേണ്ട യാതൊരു കാര്യവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ ടിപ്പുകളല്ല ഇവയെല്ലാം എന്ന് തോന്നിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഒരു ടേസ്റ്റി ഉണ്ടാവും, ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടുജോലികൾ വളരെ എളുപ്പമാക്കാനും സാധിക്കും. അടുത്തായിട്ട് പഴുത്ത വാഴയില നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പഴുത്ത വാഴയില
ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാട്ടെ. ഇവയൊന്നും നമ്മൾ വെറുതെ കളയേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് നമ്മളുടെ വീട്ടിൽ ജോലികൾ എളുപ്പമാക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ തന്നെ എളുപ്പമാക്കാൻ പറ്റുന്ന നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ശരിയാണെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക. ഇപ്പം ഞാനിപ്പം ഒരു ചെറിയ ഇതിനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണമോ അത്രത്തോളം എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളൊരു കത്തി കൊണ്ട് ഇത് നല്ല രീതിയിൽ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചെറിയ ചെറിയതായിട്ട് നമ്മൾ ഇതൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ വേസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്നും വളരെ കുറവായിരിക്കും. നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വേസ്റ്റ് കൂടുതൽ വരും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു കോലെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഏതൊരു കോലായാലും മതി, നേരിയ കോലായാലും കട്ടിയുള്ള കോലായാലും മതി, എന്താണെങ്കിലും മതി കേട്ടോ. ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ചുരുട്ടി കൊടുക്കുക. ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങളെ അഭിപ്രായം കമൻറ്റ് വഴി എന്നെ അറിയിക്കേണ്ടതാണ് കേട്ടോ. ഈ വാഴയില ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വാഴ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. സഞ്ചിയിലാണെങ്കിലും ചാക്കിലാണെങ്കിലും ഡ്രമ്മിലാണെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് വാഴ. അപ്പോൾ എല്ലാവരും ഒരെണ്ണമെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. ഇതുപോലെ സെലോ ടാപ്പ് ഒട്ടിപ്പിച്ചതിന് ശേഷം നമുക്ക് മാറാല ഒന്ന് തൂത്ത് നോക്കട്ടോ. ഏതൊരു പോകാത്ത മാറാലയും മുക്കും മൂലയും എല്ലാം ക്ലീനായി കിട്ടാനായിട്ട് ഞാൻ ഇതിനു മുമ്പ് മാറാല അടിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന സൊല്യൂഷനുകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നില്ല. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിലൊരിക്കലും നിങ്ങളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇതുപോലുള്ള സ്ഥലങ്ങൾക്ക് ചൂല് കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഈർക്കിലി പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടെ. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ചൂല് നമുക്ക് ഒരാഴ്ചത്തോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒരു ഇല എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ കാണിച്ചു തന്നത്. ഈ ഒരു ചൂല് വളരെ ഉപയോഗപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഈർക്കിലി ചൂല് കൊണ്ടും മറ്റേ ചൂല് കൊണ്ടും അടിക്കുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ ക്ലീനായി കിട്ടാറില്ല. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്ന എല്ലാ ടിപ്സുകളും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.